നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് കേന്ദ്ര ബജറ്റിൽ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കടലാമ പരിശോധന പദ്ധതിക്ക് തുക അനുവദിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് സമ്മേളനം പൊൻകുന്നത്. എല്ലാ പഞ്ചായത്തിലും യുവാക്കൾക്കായി കളിക്കളങ്ങൾ വേണമെന്ന് ഡിവൈഎഫ്ഐ പ്രമേയം. ചിറക്കടവ് ഗ്രാമം ഭക്തിപ്രഭയിൽ ദേശാധിപന്റെ തിരുവുത്സവം പുരോഗമിക്കുന്നു. നാടാകെ ചിറക്കടവിലേക്ക്. സമസ്ത മേഖലകളെയും പരിഗണിച്ച് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, ഇടയിരിക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ വികസനത്തിന് കൂടുതൽ ഊന്നൽ. വാർത്തകൾ വിശദമായി. കേരളത്തിന് ആശ്വാസകരമായ ഒരു പദ്ധതിയും കേന്ദ്ര ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളമുണ്ടെന്ന് കാണിക്കാനാണ് കടലാമ പരിശോധന പദ്ധതിയെന്നും വി.ഡി. സതീശൻ കോട്ടയത്ത് പറഞ്ഞു. കേന്ദ്ര സർക്കാർ എത്ര അവഗണനയോടെയാണ് കേരളത്തെ കാണുന്നത് എന്നതിന്റെ മുന്നറിയിപ്പാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എയിംസെങ്കിലും കേരളത്തിന് അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ എയിംസുമില്ല, അതിവേഗ റെയിൽ പാതയുമില്ല. കേരളമുണ്ടെന്ന് കാണിക്കാൻ മാത്രമാണ് കടലാമ പരിശോധന പദ്ധതിക്ക് തുക അനുവദിച്ചതെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽ പാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതൊരു ജസ്റ്ററാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടുത്തെ കർഷകരെ അവഗണിക്കുകയാണ്. 10 വർഷം കൊണ്ട് റബ്ബറിന്റെ താങ്ങുവില 50 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിയത്. ധാതു ഇടനാഴി പ്രഖ്യാപനം കേരളത്തിലെ ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഒരു ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് മാത്രമേ അതിൻ്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത്. സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. പ്രസിഡന്റായി എസ് ദീപുവിനെയും സെക്രട്ടറിയായി ഗൗതം ബാലചന്ദ്രനെയും ട്രഷററായി ജസ്റ്റിൻ റെജിയെയും തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി പൊൻകുന്നം ടൗൺ ചുറ്റി റാലി നടന്നു. തുടർന്ന് വ്യാപാര ഭവനിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഇടപെടലാണ് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിക്കുന്നതിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഇടപെടലുകൾ നടത്തേണ്ടുന്ന കാലഘട്ടമാണ്. എസ് ദീപു അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മഹേഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം അർച്ചന സദാശിവൻ, ജസ്റ്റിൻ ജോസഫ്, ശ്രീകാന്ത് പി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലും യുവാക്കളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കളിക്കളങ്ങൾ വേണമെന്ന് ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ എസ് ദീപുവിനെ പ്രസിഡന്റായും ബി ഗൗതത്തെ സെക്രട്ടറിയായും ഷാമില ഷാജി, വിജി ജയകൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ഉത്സവമായി പുരോഗമിക്കുന്നു. ഉത്സവബലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പ്രപഞ്ചനാഥനും ദേശാധിപനുമായ ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം ചിറക്കടവ് ദേശത്തിന്റെ മാത്രമല്ല നാടിന്റെ തന്നെ ഉത്സവമായി മാറിക്കഴിഞ്ഞു. കലിയുഗവരദനായ അയ്യപ്പസ്വാമിയുടെ പാദസ്പർശത്താൽ പുണ്യമാക്കപ്പെട്ട ചിറക്കടവിൽ കുടികൊള്ളുന്ന മഹാദേവൻ അയ്യപ്പസ്വാമിയുടെ ജനനത്തിന് കാരണമായ മോഹിനി രൂപം കൈക്കൊണ്ട മഹാവിഷ്ണുവിന്റെ സാന്നിധ്യത്തിലാണ് വാണരുളുന്നത്. ആചാരപരമായ ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായാണ് ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നുവരുന്നത്. ഉത്സവം നടക്കുന്ന 10 ദിനങ്ങളിലും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ഭക്തർ ഉത്സവം കൂടാൻ ചിറക്കടവിലേക്ക് എത്തുന്നുണ്ട്. ക്ഷേത്ര കലാപീഠം അഖിൽ ചാമമ്പതാലിന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഇന്നലെ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നടന്നു.
വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാണ് കലാവേദിയിൽ ഓരോ ദിവസവും നടന്നു വരുന്നത്. ഭജൻസ്, ഭക്തിഗാനസുധ, ഭരതനാട്യം തുടങ്ങിയ ഇനങ്ങളെല്ലാം ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി. ചൊവ്വാഴ്ച പകൽ 10 മണിക്ക് ഉത്സവബലിയും 12:30 മുതൽ ഉത്സവബലി ദർശനവും നടക്കും. 8-ാം തീയതി ഞായറാഴ്ചയാണ് പള്ളിവേട്ട. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയാൻ ശ്രീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് TP ബാലഗോപാലൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനം താഴെത്തട്ടിൽ നിന്നും ആരംഭിക്കണമെന്ന് TP ബാലഗോപാലൻ പറഞ്ഞു. അംഗങ്ങളായ ജയശ്രീ വിജയകുമാർ, ജയാം ബാലചന്ദ്രൻ, VP റജി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, ഇടയരിക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ വികസനത്തിന് മുൻതൂക്കം നൽകുമെന്ന് സെമിനാറിൽ പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മളെപ്പോഴും പറയാനുള്ളതുപോലെ ഒരു വികസന പ്രവർത്തനം സമൂഹത്തിലെ ഏറ്റവും ദുർബലർക്ക് പോലും പ്രയോജനപ്പെടുന്നതാണോ എന്ന് ചിന്തിച്ച് വേണം വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ടും നടപ്പിലാക്കാനും. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിനകത്ത് കൃത്യത ഉണ്ടായിരിക്കണം, സുതാര്യത ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മണിമല കുളത്തുങ്കൽ ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് നാളെ കൊടിയിറങ്ങും. വൈകിട്ട് 5 മണിക്ക് കോത്തലപ്പടി ആറാട്ടുകടവിലാണ് തിരുവാറാട്ട്. 200 വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് മണിമല കുളത്തുങ്കൽ ശ്രീദേവി ക്ഷേത്രം. കുളത്തുങ്കൽ കുടുംബവകയായിരുന്ന ക്ഷേത്രം ഇപ്പോൾ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ കീഴിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വന്ന ക്ഷേത്രത്തിലെ തിരുവുത്സവം നാളെ സമാപിക്കും. ഇന്ന് രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, അമ്പലത്തിന്റെ നവകം എന്നീ ചടങ്ങുകൾ നടന്നു. രാത്രി 9:30 ശ്രീഭൂതബലി നടക്കും. 10:30 പള്ളിവേട്ട പുറപ്പാട്. 7-ാം ഉത്സവ ദിനമായ നാളെ രാവിലെ അഭിഷേകം, ഉഷപൂജ എന്നിവ ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 ആറാട്ടുബലി. തുടർന്ന് ദേവി ആറാട്ടിനായി പുറപ്പെടും. 5 മണിക്ക് കോത്തലപ്പടി ആറാട്ടുകടവിൽ തിരുവാറാട്ട് നടക്കും. താലപ്പൊലി, കുംഭകുടം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആറാട്ട് തിരിച്ചെഴുന്നള്ളും. രാത്രി 11-ന് 7 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണത്തോടെയാണ് ഉത്സവം ഭംഗിയായി നടത്തുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കുളത്തുങ്കൽ ശ്രീദേവി ക്ഷേത്രം ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ പ്രദേശത്തെ കുളത്തുങ്കൽ കുടുംബത്തിൻ്റെ വക വിച്ചാരാധനാമൂർത്തിയായിരുന്നു ഇവിടുത്തെ പഴയ പ്രതിഷ്ഠ. അതൊക്കെ മാറ്റി ഇപ്പോൾ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 795 നമ്പർ ശാഖയുടെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മളെ ക്ഷേത്രം മാക്സിമം വിപുലീകരിച്ച് പുനരുദ്ധരിച്ച് വേണ്ട അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അരയാൽ കീഴിലം നാരായണൻ നമ്പൂതിരിയാണ്. മേൽശാന്തി പ്രമോദ് ശർമ്മ, പുഷ്പാലയത്തിലത്ത് പ്രമോദ് ശർമ്മയാണ്. നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മുടെ അടിസ്ഥാന കഴിഞ്ഞ വർഷം നമ്മുടെ കോത്തലപ്പടി ജംഗ്ഷന് സമീപം ഒരു ആറാട്ടുകുളം നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുകയുണ്ടായി. ഈ വർഷത്തെ ആറാട്ടും അവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുണ്ടക്കയം പശ്ചിമദേവി ക്ഷേത്രത്തിലെ മകം തിരുനാൾ മഹോത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. പൊങ്കാലയോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. 3000 വർഷത്തിനു മേൽ പഴക്കമുള്ളതാണ് മുണ്ടക്കയം പശ്ചിമ ഗ്രാമത്തിലെ പഴയ ശ്രീ പശ്ചിമദേവി ക്ഷേത്രം. കൃഷിക്കായി നിലം കിളച്ചപ്പോൾ ലഭിച്ചതാണ് സ്വയംഭൂവായ ദേവി വിഗ്രഹം. പുല്ലുകൊണ്ടുണ്ടാക്കിയ കുടിലിൽ വെച്ചാണ് ദേവിയെ ആദ്യകാലത്ത് ആരാധിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് നശിച്ചുപോയ ക്ഷേത്രം മലയരയന്മാർ സംരക്ഷിച്ചു വരികയായിരുന്നു. ഈ വനദുർഗ ക്ഷേത്രത്തിലെ ആദ്യകാല നിവേദ്യം കിഴങ്ങും തേനുമായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് പുനരുദ്ധരിച്ചു. മുണ്ടക്കയത്ത് നിന്നും പശ്ചിമ വഴി കുഴിമാവിന് സഞ്ചരിക്കുന്ന
ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളം കൂടിയാണ് പശ്ചിമദേവി ക്ഷേത്രം. പശ്ചിമക്കാവിലമ്മയുടെ ഈ വർഷത്തെ മകം തിരുനാൾ തിരുവുത്സവം നടന്നുവരികയാണിപ്പോൾ. ആദ്യ ദിനത്തിൽ പൊങ്കാലയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് പശ്ചിമദേവിക്ക് മുന്നിലും ഭദ്രാദേവിക്ക് മുന്നിലും പൊങ്കാലയിട്ടു. തുടർന്ന് നൂറുകണക്കിന് സ്ത്രീകൾ ആശ്രിത വത്സലയും അഭീഷ്ടപ്രദായിനിയുമായ പശ്ചിമാമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് അനുഗ്രഹം തേടി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിക്ക് സമീപം റോഡരികിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. 4 ലോഡ് സാധനങ്ങളാണ് ഇവിടെ തള്ളിയത്. പാല ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിക്ക് സമീപം റോഡരികിലെ താഴ്ന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിച്ചതിൽ പ്രതിഷേധമായിരുന്നു. 4 ലോഡോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയത്. മുൻപും ഈ ഭാഗത്ത് കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗരസഭാംഗങ്ങളായ ടോണി തേപ്പറമ്പിൽ, ബിജു വരിക്കാനി എന്നിവരും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി. സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുന്ന തരത്തിലാണ് മാലിന്യ നിക്ഷേപം നടത്തിയതെന്ന് കൗൺസിലർമാർ പറഞ്ഞു. ഈ സ്ഥലം നികത്തുന്ന ആളുടെ പേര് തോട്ടത്തിൽ ബിജു എന്നാണ്. പുള്ളിക്ക് അറിവില്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. കാരണം ഇത് കൊണ്ടുവന്നത് അവർ പറഞ്ഞത് കട്ടപ്പൊടിയും മണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത് ഈ സാധനം അലിഞ്ഞു ചേരത്തില്ല, പ്രകൃതിയായിട്ട് അലിഞ്ഞു ചേരത്തില്ല. സിന്തറ്റിക് പ്രകാരമുള്ള സാധനങ്ങളാണിത്. ഇത് ആറ്റിലേക്ക് വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതികൾക്കും ചെക്ക് ഡാമും കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ട്, അവിടെ എല്ലാം ഇത് പ്രശ്നമായി മാറും. പിന്നീട് നമുക്കിതെല്ലാം ഹാനികരമായ ദോഷമാണ്, ഫുഡ് പോയ്സൺ വരെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുപോയി ആ എടുത്തോണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതോളം വരെ ഞങ്ങളിവിടെ നാട്ടുകാരും ഞങ്ങൾ കൗൺസിലേഴ്സും ഇവിടെ ഉണ്ടായിരിക്കും. സ്ഥലം മണ്ണിട്ട് നിരപ്പാക്കുന്നതിനായാണ് ലോറികളിൽ മാലിന്യം കൊണ്ടുവന്നത്. പ്രതിഷേധമുയർന്നതോടെ മാലിന്യം തള്ളിയവർ തന്നെ മാലിന്യം നീക്കം ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു. JCB ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവം നടന്നു. നാടിനെ ആനന്ദത്തിൽ ആറാടിച്ച മകരപ്പൂയ മഹോത്സവം പകൽപൂരമായി മാറി. ഇടപ്പാടി ആനന്ദ ഷൺമുഖ സ്വാമി ക്ഷേത്രത്തിലെ മകരപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി. കാവടി ഘോഷയാത്രയും ആറാട്ടുത്സവവും ഭക്തിനിർഭരമായി. മുന്നന്തോട്, ഇടമുറ്റം, മല്ലികശ്ശേരി, ഇടപ്പാടി, കീഴാമ്പാറ, അമ്പാറ, പാലാ ടൗൺ തുടങ്ങിയ ശാഖകളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ ഇടപ്പാടി ക്ഷേത്രസന്നിധിയിൽ എത്തി. തുടർന്ന് കാവടി അഭിഷേകവും മഹാപ്രസാദമൂട്ടും നടന്നു. വൈകുന്നേരം കൊടിയിറക്കം, കൊടിമരച്ചുവടിൽ പറയെടുപ്പും, സന്ധ്യയോടെ ഭരണങ്ങാനം ബെലങ്ങമാരക്കടവിൽ ആറാട്ടും, തുടർന്ന് ആറാട്ട് സദ്യയും, ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കവാടത്തിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണവും നൽകി. ഭരണങ്ങാനം ടൗൺ കാണിക്ക മണ്ഡപത്തിൽ ആറാട്ട് വരവേൽപ്പും ദേശതാൽപ്പലിയും നടന്നു. ഇടപ്പാടി കാവലിയിൽ ദേവസ്വം വക സ്വീകരണവും നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി സ്വാമി തീർത്ഥാനന്ദ, മേൽശാന്തി വൈക്കം സനീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ പരിപാടികൾക്ക് ഭാരവാഹികളായ MN ഷാജി മുകളേൽ, സുരേഷ് ചേട്ടിക്കൊന്നൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. സ്വാതന്ത്ര്യ സമര സേനാനി RV തോമസിന്റെ 71ാം ചരമവാർഷികം ആചരിച്ചു. RV തോമസിന്റെ പേരിലുള്ള അവാർഡ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മാനിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ അന്തസ്സത്തയെന്നും ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഇത്തരം ചിന്തകൾ നൽകുവാൻ തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായ RV തോമസിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RV തോമസിന്റെ 71ാം ചരമവാർഷികവും അവാർഡ് സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് അവാർഡ് നൽകിക്കൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഉടുത്തിരിക്കുന്ന കതർ വസ്ത്രത്തിൽ ഒരു തുള്ളി കറുത്ത പാട് പോലും വീഴ്ത്താതെ അഭിമാനകരമായ രാഷ്ട്രീയ ജീവിതം പൂർത്തിയാക്കിയ, തൻ്റെ കർമ്മങ്ങൾ ഗംഭീരമായി നിർവഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, ഉജ്ജ്വലനായ ഒരു പാർലമെന്റേറിയൻ, നിയമസഭാ സ്പീക്കർ. അതിനേക്കാൾ വലുതാണ് സ്വാതന്ത്ര്യ സമര സേനാനി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിലാണ്. RV തോമസ് സാറും KM ജാണ്ടി സാറും ശ്രീ മാണി സി കാപ്പൻ്റെ പിതാവ് ചെറിയാൻ സി കാപ്പൻ സാറും എല്ലാം ജയിലിലാണ്. അവരെല്ലാം അന്ന് പോരാളികളാണ്. അന്ന് ഒരുപാട് പേർ ഭരണകൂടവുമായി എല്ലാം സന്ധി ചെയ്ത് പുറത്തു നിൽക്കുന്ന കാലത്താണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട്, ആകാനുള്ള സാധ്യത പോലും ഇല്ലാതെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പെറ്റമ്മയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെല്ലാം ആ പോരാട്ടം നയിച്ച് ജയിലിലേക്ക് പോയത്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. യോഗത്തിൽ RV സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ശ്രീക് തോമസ് അധ്യക്ഷനായിരുന്നു. PJ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, അവാർഡ് ജേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മാണി സി കാപ്പൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, തോമസ് RV ജോസ്, ഡോക്ടർ സാബു ഡി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് കേന്ദ്ര ബജറ്റിൽ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കടലാമ പരിശോധന പദ്ധതിക്ക് തുക അനുവദിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. DYFI വാഴൂർ ബ്ലോക്ക് സമ്മേളനം പൊൻകുന്നത്. എല്ലാ പഞ്ചായത്തിലും യുവാക്കൾക്കായി കളിക്കളങ്ങൾ വേണമെന്ന് DYFI പ്രമേയം. ചിറക്കടവ് ഗ്രാമം ഭക്തി പ്രഭയിൽ ദേശാധിപന്റെ തിരുവുത്സവം പുരോഗമിക്കുന്നു. നാടാകെ ചിറക്കടവിലേക്ക്.
സമസ്ത മേഖലകളെയും പരിഗണിച്ച് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, ഇടയിരിക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ വികസനത്തിന് കൂടുതൽ ഊന്നൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.